അപ്പൊ നമ്മളതെല്ലാം കൊണ്ട് നമ്മൾ പോവാണ്. അരിമണിനെ കൊണ്ട് വീട്ടിൽ നമുക്ക് സ്കിപ്പിനെ റിയാക്ഷൻ നോക്കാം. ചിത്രം ചാവാൻ പോകുന്നു. എടാ അവന്റെ പുറകെ പോലെ കേട്ടോ, തന്നെ പോയി ചാവട്ടെ. ഇടിച്ചാ വീട്ടിൽ കിട്ടി. ഒന്നുമില്ല, ചേച്ചിയെ കാണാൻ വന്നു പറഞ്ഞ അങ്ങോട്ട് പോണ്. മോയെ 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 ഞാൻ ചോദിച്ചു. കട്ടിലൊഴിയാൻ കാത്തിരിക്കുവായിരുന്നല്ലോടാ. ഡോക്ടർ വന്നിട്ട് എനിക്ക് വരെ നിന്നെ കുത്തിയിട്ട് പോട്ടാ. ഗൈസ്, എന്നെ നോക്കി 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 ഉറക്കമില്ലാതെ 2 ദിവസങ്ങൾ. ഇന്നലെ ഒരു ദിവസം നിന്നിട്ട് വിനക്കുട്ടയ്ക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. അതാ കിടപ്പായിട്ടോ വീണ്ടും. 5 മിനിറ്റ് 5 മിനിറ്റ് അത് കഴിഞ്ഞ് ബാക്കി ഞാൻ പറയാം എത്ര മിനിറ്റ് വേണോ ഇല്ലയോ. എന്ത് നഞ്ചക്ക? ഓ, അപ്പൊ ഒരു ദിവസം ഉറങ്ങാതിരുന്ന ചൈന ഭാഷ പറയാം. 3 ദിവസം ഇറങ്ങിയിട്ട്. അതെ, ഭയങ്കര ഓട്ടമായിരുന്നു കുഞ്ഞ് അല്ലേ വിനക്കുട്ടെ? സന്തോഷവാർത്ത പറയട്ടെ, നമ്മൾ ഡിസ്ചാർജ് ആകുക. വാ എഴുന്നേക്ക്, വാ എണീക്ക്. ഗുഡ് മോർണിംഗ്. ഉച്ചക്ക് കണ്ണൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട്. ആദ്യം എൻ്റെ കട്ടിലേന്ന് എനിക്കടാ ഒടിച്ചേച്ച് വെക്കട്ടെ നിന്നെ. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. അങ്ങനെ മടക്കി കുലുക്കിയിട അവനായിട്ട് എടിയേക്കൂല. എന്താണ് അത് കട്ടിലൊടിഞ്ഞ? മര്യാദ എഴുന്നേറ്റോ, അല്ലെങ്കിൽ ഞാനിപ്പോ കാല് കൂടെ ഒടിച്ചു കിടക്കും. എടാ എഴുന്നേക്കടാ, പോയി ബില്ല് കൊടുക്ക്, നമുക്ക് വീട്ടിൽ പോവാ. അല്ലേ ഏതാ എവിടാ വിനക്കുട്ടെ കുഞ്ഞു പിള്ളേര്? ബൈ ദ ബൈ നമ്മുടെ കൊച്ചിനെ എടുത്തോണ്ട് വാ. അതിനെ വെയിറ്റ് നോക്കാൻ കൊണ്ടുപോയേക്കുവാ. ചെല്ലി എടുത്തോണ്ട് വാ. ഞാൻ ഇറക്കട്ടെ ഗൈസ്. അപ്പൊ വിനക്കുട്ട പോവാണ്. ചെല്ല്, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഇവിടുത്തെ ഫാർമസിന്ന്. മയോണൈസോ? നീ ഇത് കൊടുത്താ മതി, അവര് തന്നത് മേടിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ദൈവത്തോർത്ത് വാ തുറക്കരുത്, മാസ്ക് വെച്ചോ. ചെല്ലി. അപ്പൊ നീ വാങ്ങിച്ച കറക്റ്റാ. ചെല്ലി. അടങ്ങ് നീ പൊടിക്ക്. 6 ബാത്ത് 6 ദിവസം കുളിക്കണോ? ചെല്ലി. തന്നെ കണ്ടാ തോന്നും ഒരാഴ്ച ഫീലുണ്ട്. മേക്കപ്പിൽ അഡ്ജസ്റ്റ് നിൽക്കുവാണ്. അപ്പൊ അവര് 6 ദിവസം കുളിക്കാൻ അവര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഫോൺ എന്റെ ആയിപ്പോയി, അല്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ തലക്കടിച്ചാണ്. അപ്പൊ മേടിച്ചിട്ട് വരാം. അങ്ങനെ കഞ്ഞി ഓർഡർ ചെയ്തു. ഇവനാണ് ഓർഡർ ചെയ്തത്, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കഞ്ഞിക്ക് വേണ്ടി ഓർഡർ ചെയ്തു എന്നല്ല പറഞ്ഞത്, കഞ്ഞി ഓർഡർ ചെയ്തു. കഞ്ഞി ഓർഡർ ചെയ്തു നീ പറഞ്ഞത്. അപ്പൊ പോവാണോ? യെസ്, ആള് വന്നു. യെസ്, വന്നു. പണ്ട് ഈ സാധനം വാങ്ങിച്ചപ്പോ നീ എന്തുവാടാ പറഞ്ഞേ? കുഞ്ഞു വന്നു കഴിയുമ്പോ സിബ് ഇട്ട് സ്പീഡ് ബോട്ടിലാക്കി പൂട്ടിക്കളയതാന്ന് ഇറങ്ങി ഓടത്തില്ല. നീ എങ്ങനെ ഇറങ്ങി ഓടും പറ, എങ്ങനെ ഇറങ്ങി ഓടുന്നു കുഞ്ഞു? സെൽഫി എടുക്കാൻ വന്നതാ, പക്ഷെ ഫോണില്ല. അപ്പൊ എന്നാലും ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് ചെയ്യേണ്ടതാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ആകുവാണ് അല്ലേ? 1 2 3 4. അപ്പൊ നമ്മളതെല്ലാം കൊണ്ട് നമ്മൾ പോവാണ്. അരിമണിനെ കൊണ്ട് വീട്ടിൽ നമുക്ക് സ്കിപ്പിനെ റിയാക്ഷൻ നോക്കാം. ഇപ്പൊ അങ്ങോട്ട് ഞാനാട്ടോ ഗൈസ് ക്യാമറാമാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കാറ് വന്നിട്ടുണ്ട്. അതാ വരുന്നു കൂളിംഗ് ഗ്ലാസ് വെച്ച് തന്ത. കൂളിംഗ് ഗ്ലാസ് വെച്ച കൂൾ ഡൗൺ അഥവാ തണുത്ത തന്ത.
അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ എടുക്കുകയാണ്. ആ പെട്ടി എടുത്തുള്ള വെപ്പ് നോക്കൂ. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടി എടുത്ത് വെക്കാനുള്ള ആവേശം നിങ്ങൾ കണ്ടതല്ലേ. ബാക്കി വരുന്ന ഐറ്റംസ് നമ്മൾ നമ്മുടെ അടുത്ത കാറിൽ കയറ്റും. ഞാൻ ഓടിക്കട്ടെ വണ്ടി? എന്നെ ഓടിച്ചു ഗൈസ്. സിംഗപ്പെണ്ണെ ഞാൻ ഒരു സിംഗപ്പെണ്ണ് കളിക്കാന്ന് വിചാരിച്ചു, പക്ഷെ അവൻ എന്നെ മുളയിലെ നുള്ളി ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ വീടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സ്കിപ്പിയുടെ നീമോടെ റിയാക്ഷൻ ആണ്. കണ്ണൂർ നീ നോക്കുന്നു. നമ്മൾ വീട്ടിലെത്തി. ഗായ്സ് നമ്മളപ്പോ വീട്ടില് വന്ന് കേറി. സ്കിപ്പിനെ നീമോനെയും നമ്മൾ കൂട്ടിയിട്ടാ പോയത്. കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ട് അപ്പൊ നമുക്ക് അവരുടെ റിയാക്ഷൻ എന്താന്ന് നോക്കാം. അതാണ് ഈ വീഡിയോ. അതെ, ഭയങ്കര പോലെ അവിടെ റൂബി കിടന്ന്. അപ്പൊ എനിക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാറി നിൽക്കുവാണ്. വിനുക്കുട്ടി എന്താ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം റിയാക്ഷൻ എങ്ങനെയാണ്. ചേച്ചി പെരക്കകത്ത് പുതിയൊരാളുടെ മണം. ചേട്ടൻ്റെ അടുത്ത് നിന്നല്ലേ രണ്ടുപേരുടെ മണം? ഇല്ല, എല്ലാവരും ദേഹത്തുണ്ട്. ഇതെന്തേത്? അടുക്കളയിന് വല്ലതും പുതിയ ഐറ്റം വെക്കുന്നതിന്റെ ആണോ? നോക്കിയേക്കാം. അടുക്കളയിലാകെ ചട്ടിയും കറിവേപ്പിലയും മാത്രമേ ഉള്ളല്ലോ. മിക്കവാറും കാറിനകത്തായിരിക്കും. പുതിയ പട്ടിയെ മേടിച്ചാ. തമ്പുരാന്റെ കൃപ കൊണ്ട് പുതിയ പട്ടിയൊന്നും മേടിച്ചിട്ടില്ല. സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണ് എന്താണ്? പുറത്തൊന്നും പോവാത്തോണ്ട് പഴയ പോലെ മൂക്കിന്റെ സെൻസ് ഒന്നും വർക്കാവുന്നില്ല. ചേട്ടിയുടെ കയ്യിൽ എന്താണ്? ഒന്നും കാണാൻ പറ്റുന്നില്ല. സോഫ കയറി നോക്കാം. അയ്യോ, സോഫ കയറണ്ട. എവിടെ നിന്നായി മണം? ഒരാൾ തലയിൽ മുമ്പിട്ടൊക്കെ നോക്കുന്നു. ഒരാൾ പുറത്തന്വേഷിക്കുന്നു, മറ്റേ അകത്തന്വേഷിക്കുന്നു. ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് തപ്പുമ്പോ വീഡിയോ എടുക്കുന്ന ഓരോ ഒറ്റ. അയ്യോ നല്ല. ഓ, എന്റെ തലയും പോയി. പപ്പേനെയാണോ? പപ്പയുടെ പോക്കറ്റിലാണോ തപ്പി നോക്കുന്നത്? എവിടാ സ്കിപ്പ് ചെയ്യാൻ വേണം? ആഹാ, ചേച്ചി റെസ്റ്റ് എടുക്കുന്ന. ഇങ്ങോട്ട് എഴുന്നേക്കാൻ. ചേച്ചിയുടെ അടുത്താണോ വേണം? നമ്മള് പ്ലാൻ ചേഞ്ച് ചെയ്തു. നമ്മൾ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ അമ്മയുടെ കൈ കൊടുത്തു. അവിടെ ഇരുത്തിയിട്ട് സ്കിപ്പിനെ ആദ്യം മീനു കാണിച്ചു കൊടുക്കും. അതിന് നീമോനെ കാണിച്ചു കൊടുക്കും. സ്കിപ്പിക്ക് മനസ്സിലായിട്ടോ? ആ നോക്ക്, എന്തോ ഉണ്ട്. എന്താണെന്നറിയൂല. അവസാനം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. പൊക്ക 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 പൊക്ക. കാണട്ടെ കാണട്ടെ കാണട്ടെ. ഇതാരേ ചെറിയ സാധനം? അയ്യോ, ഇച്ചിരിയേ ഉള്ളു. ഞാൻ അടുത്തേ കാണട്ടെ. വരും വരും വരും. ഒരാളവിടെ റെസ്റ്റ് എടുക്കുന്നു. കുറച്ച് ഗൗരവം ഇടാ. തന്നെണ്ണം താനെണ്ണം തളത്തിലടി. അതാ പറഞ്ഞ സൂക്ഷിച്ചു പിടിക്കുന്നടാ. ഇതാണോ ചേച്ചി പറഞ്ഞോണ്ടിരുന്ന ആൾ എന്റെ ഒപ്പം കളിക്കാൻ വരുമെന്ന്? ഇവന് ഇച്ചിരി ഉള്ളല്ലോ. നിനക്കെന്താ സ്കിപ്പി ജഞ്ഞി പിടിച്ച? ആരെങ്കിലും താക്കോലിട്ട് കൈ കൊടുക്ക്. അല്ല, വായി വെച്ചു കൊടുക്കാവന്റെ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഉടുപ്പിന്റെ സ്മെല്ല് കൊടുത്തേര്. ഈ ഉടുപ്പ് എന്നിട്ട് കഴുകാനിടാം. ഈ മണമാണ്. അപ്പൊ ആ മണം
അവന് മുഖം ഇല്ലടാ. എടാ നിന്റെ മുഖം എന്തിയടേ, നിന്റെ കണ്ണെന്തിയടേ? നീമോ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ അക്രമമൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഇച്ചിരി അടങ്ങി സ്മെല്ല് ചെയ്യാൻ കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ. സ്മെല്ല് കിട്ടിയപ്പോ ഒന്ന് ആശ്വാസമായി. കുറച്ചില്ല കേട്ടോ. എന്നെ എപ്പോഴാ കാണിക്കുന്നേ? മണക്കട്ടെ മണക്കട്ടെ, ഡ്രസ്സൊക്കെ മണത്തോട്ടെ, നല്ല അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, നീ ഇറക്കിയാണ്. അമ്മ ഒന്ന് ശ്രദ്ധിക്കണേ. കുഞ്ഞു കുമ്പോയല്ലേ കുഞ്ഞു സ്റ്റേ സ്റ്റേ. അതാണ് കുഞ്ഞുവാവ. നമ്മുടെ കുഞ്ഞുവാവേനാണ്. ഇല്ല അവൻ ഓക്കെയാണ്, അവൻ ഓക്കെയാണ്. നീ മോനൊന്ന് അതുപോലെ സെറ്റാക്കി കൊടുക്കും. അവൻ കാമായി മനസ്സിലായോ? അവനൊന്ന് എത്തി നോക്കൂ, അത്രേ ഉള്ളൂ. മുഖം കൊണ്ട് ഇതാണോ ചേച്ചി പെണ്ണ് പറഞ്ഞ കുഞ്ഞുവാവ? ഉറങ്ങണേനെ വാവ ഉറങ്ങണേനെ ഉറങ്ങി നിൽക്കട്ടെ. നീമോ നോക്കി ചേച്ചി നിങ്ങക്ക് എന്നെ പറ്റാതെ പുതിയ സാധനത്തിന് മേടിച്ചു. എടാ ഇനി അവനൊക്കെ ഇതാക്കി കൊടുക്കും. നമുക്ക് അടുത്ത നീമോയെ കാണിക്കാവേ. Ready, 3, 2, 1. ഓ കളിപ്പാട്ടം കൊണ്ടുവന്നിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുന്നു. ഞാൻ സ്കിപ്പേ കൂട്ട് അങ്ങനെ മണ്ടനൊന്നും അല്ല. എടാ മണ്ട, അത് കളിപ്പാട്ടമല്ല, ഒറിജിനൽ സാധനമാണ്. നീ പോടാ, നീ പണ്ട ഉടായിപ്പാണ്. സമൂസയാന്നും പറഞ്ഞ് നീ കഴിഞ്ഞ ഓലപ്പഴക്കം പിഴിഞ്ഞവനാ. അപ്പൊ നീ കൂടെ കഴിച്ചതാ. അത് നീ കഴിച്ചപ്പോ എനിക്കൊരു കൊതി തോന്നി. എന്റെ ദൈവമേ, ആ സമയത്തെങ്ങാണോ അടുത്തോട്ടൊരു തീപ്പെട്ടിക്കുള്ളി പോയിരുന്നെങ്കിൽ നിന്ന് കത്തിയനെ ഞാൻ. അയ്യോ കണ്ണ് ചിമ്മുന്ന്. അപ്പൊ ഇത് വേറെന്തോ സാധനം, പാവയല്ല. എനിക്കിപ്പോഴൊരു മരവിപ്പ, എന്നെക്കാൾ ചെറിയൊരു സാധനം. രണ്ടുപേരും നമ്മുടെ കുഞ്ഞുവാവെ കണ്ടു. രണ്ടുപേരും കുറച്ചില്ല കേട്ടോ. നീമോ കാണാഞ്ഞിട്ട് കുറച്ച്, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച്. സർവശ പുള്ളി അങ്ങനെ അല്ല. ഈശ്വരാ, എന്നെ കൂടെ പോന്ന്. ഇത് വേറെ വേണ്ട, സ്കിപ്പ് വേറെ വേണ്ട, വിറക്കി നിർത്തിട്ടാ നീമോ. അയ്യോ കുഞ്ഞിനെ വേണ്ടിയിരിക്കുക. അപ്പം നമ്മുടെ സർപ്രൈസ് ചെയ്യാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഈശ്വര, കുഞ്ഞിനെ കാണാൻ വന്ന കേട്ടോ. പക്ഷെ അയാൾക്ക് സംഭവം അറിയാൻ പാടില്ല. ഇതാരെയും കയറി വരുന്നേ? അച്ഛനെന്തി കേറാൻ വയ്യേ? 3, 2, 1. മറ്റേ രജീഷ് കാണാൻ വന്നു. താഴെ പോണം. അവരുടെ പ്രശ്നം മതിയായിട്ട് ഇതിലും പറഞ്ഞു. ഇൻട്രോ വേണോ? ഇൻട്രോ ഇതിനെ പാഡ് ചെയ്യാൻ വേണ്ട. ഇതിന്റെ പാഡ് ഓക്കെ. അപ്പൊ കുഞ്ഞാവെ കാണാൻ വിനുക്കുട്ടിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അന്ന് ഡെലിവറി ആയ സമയത്ത് കുഞ്ഞിനെ കാണാൻ വന്നു, പക്ഷെ അവൻ ഫുൾ ടൈം ഉറക്കുമായിരുന്നു. ഗൈസ്, ഡെലിവറി ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം അരിമണിയെ കാണാനായി വിനുക്കുട്ടിയുടെ സുഹൃത്ത് വരികയായി ആലപ്പുഴയിൽ നിന്നും. തുറക്കണം. ആ കമ്മിങ്. ഗുഡ് മോർണിംഗ്. ഇതാര്? ഇടാ മോനെ. നിന്റെ കുഞ്ഞിനെ കാണാനുള്ള ബുദ്ധിമുട്ട് പുള്ളി വന്നേക്കണോ? കുഞ്ഞാനെ കൊണ്ടേ കാണിക്കാം. കൊച്ചിനെടുക്കാൻ ബൈക്കിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഞാനും കേട്ടില്ല. ഒന്നുമില്ല, ചേച്ചിയെ കാണാൻ വന്നെന്ന് പറഞ്ഞാ. അങ്ങോട്ട് പോണ്. മോയെ മോയെ മോയെ
മോയെ. ഞാൻ ചോദിച്ച ഗീത വന്നിട്ടുണ്ടോ ഇല്ലെന്ന് പറഞ്ഞ് എന്നോട് ഗീത വിശേഷം എന്താണോ എന്തോ ഞാനോ എത്രയായി മോളെ? എത്ര ആയിരുന്നു? ഇവനെ ഇറക്കാനാണോ? ഇല്ലാണോ? ഞാൻ പറയാം. എങ്ങനുണ്ടെന്ന് പറയൂ. എങ്ങനുണ്ട് കണ്ടിട്ട് എങ്ങനുണ്ട്? ആ യെസ്. ആറോട്ടാ മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്. എന്നറിയോ എന്നെ കൊണ്ട് തോന്നുന്നു കണ്ട നമ്മള് മോയെ മോയെ അച്ഛൻ പറ 6 ഫേസ് കട്ടാ ഉള്ളത്. മോയെ മോയെ നോക്ക് എപ്പോഴും മുങ്ങുന്ന ഒരു വ്യക്തിയാണിത്. ഞങ്ങൾ ഇന്റർനാഷണൽ ഡീലിംഗ്സ് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പുള്ളി ഇങ്ങോട്ട് വരാറ്. അപ്പൊ ഞങ്ങൾ ഫുൾ ടൈം ഫോണിലായിരിക്കും. പണം എനിക്കൊരു പ്രശ്നമല്ല. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. രജീഷ് നീ ഇന്നലെ തൊട്ട് പറയാണല്ലോ രജീഷ് ഇവിടെ ജോലി ഉണ്ടാവും വരുമെന്ന്. അതാ പറഞ്ഞ അവൻ വരത്തില്ല. കാരണം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അവൻ ജോലി ഇവിടെ ഇല്ലല്ലോ. അവൻ ജോലി അവിടെ അല്ലേ. അങ്ങനെ രജീഷിന്റെ പേരും പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ പഠിച്ചിരിക്കുകയാണ്. ചെറുതായിട്ടൊരു ബ്ലീഡിങ് വന്നു. ആണല്ലേ? എനിക്ക് ദേവമനുണ്ടായിരുന്നു. ആദ്യം ബ്ലീഡിങ് വന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റത്തേക്ക് പിന്നെ പെയിനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ബ്ലീഡിങ് വന്നിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തോന്നും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വന്നു. അപ്പൊ എനിക്ക് അപ്പോഴേ പോകണം. അപ്പോഴേ ഞാനപ്പോ തന്നെ കുളിച്ച് മേക്കപ്പ് കാറിലൊക്കെ അതൊന്ന് വെറുതെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നു. വീൽ ചെയർ Thank you.